ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനലിലെ ജീവ തോട്ട്സ്. ഇന്നൊരു അടിപൊളി മത്തി മുളകിട്ടതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ക്വിക്കായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയാണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, 1/4 സ്പൂൺ കടുക്, 1/4 സ്പൂൺ ഉലുവ, ഒരു 200 ഗ്രാം ചെറിയുള്ളി രണ്ടായി പൊളിച്ചത്. ചെറിയുള്ളിയിൽ അല്പം ഉപ്പ് കൂടെ ചേർത്താൽ പെട്ടെന്ന് വതങ്ങി കിട്ടുന്നതാണ്. അങ്ങനെ നന്നായിട്ടൊന്ന് വതക്കിയെടുക്കും. കൂടെ തന്നെ അല്പം കറിവേപ്പിലയും ഒരു 3 കാന്താരി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 വെളുത്തുള്ളി ചതച്ചതും ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചതച്ചതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചെറുതായി ബ്രൗൺ നിറം ആകുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടാൽ പെട്ടെന്ന് ഉള്ളി നമുക്ക് വഴണ്ട് കിട്ടും. അതിനുവേണ്ടി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വഴണ്ട് വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവ് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. മല്ലിപ്പൊടി ചേർത്തത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അതിനുശേഷം ഒരു വലിയ ചെറുനാരങ്ങയുടെ അളവിൽ പുളിവെള്ളത്തിലിട്ട് പുളിവെള്ളം പിഴിഞ്ഞ് ചേർക്കാം. കൂടെ തന്നെ കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ബാക്കി മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും. നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. പുളിയുടെ പച്ചമണമെല്ലാം മാറി ലേശം ഒന്ന് കുറുകി വരുന്നത് വരെ തിളപ്പിച്ച് എടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ ഇതുപോലെ തിളപ്പിച്ച് വേവിക്കാം. നന്നായി ഒന്ന് തിളച്ച് ഒന്ന് വറ്റിക്കുറുകി ചെറുതായി ഒന്ന് വറ്റിക്കുറുകി വരുമ്പോൾ ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. മത്തി ഒന്ന് നന്നായി ചെറുതായി വരഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ വരയാതെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മത്തി ചേർത്ത് കൊടുക്കാം. മത്തിയെല്ലാം ചാറിൽ മുങ്ങത്തക്ക വിധം ഒന്ന് മുക്കി വയ്ക്കാം. അതിനുശേഷം നന്നായി 2 തിള വരുമ്പോഴേക്കും ഇതുപോലെ വറ്റി കുറുകിയിട്ടിട്ടുണ്ടാവും. വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റി ആയിട്ടും മത്തിക്കറി ഇവിടെ റെഡിയായി.